ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് നവംബർ 20 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കസിൻസൊക്കെ കുറച്ച് ഗിഫ്റ്റ് തന്നിരുന്നു. നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. ഗൈസ്, ഫസ്റ്റ് എൻ്റെ കസിനാട്ടോ തന്നത്. അപ്പോൾ ഇതും പിന്നെ ഈ ഒരു സെറ്റും എനിക്ക് തന്നത്. ഇതൊരു ടോയ്, ഇതൊരു ജേണൽ സെറ്റ് പോലത്തെ ഒരു ഇതാണ്. ഫസ്റ്റ് നമുക്ക് ടോയ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇന്നലെ രാത്രി 12 മണിക്ക് വന്ന് സർപ്രൈസ് ചെയ്തട്ടോ. ഇത് നമുക്ക് ബിങ്കോ ആണ്. ഇത് വലിയൊരു ടോയ് ആട്ടോ, ബിങ്കോ ലോട്ടോ. ഇതിനൊരു ടോയ് വരുന്നത് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാർഡുകളുണ്ട്. ഓക്കെ, നമുക്കിതിന് മെയിൻ ട്രേ ഉണ്ട്. ഇത് അസംബിൾ ചെയ്തിട്ടേക്ക് കാണിച്ചിട്ടു. ഞാൻ എന്തായാലും തന്നെ പൊട്ടിച്ചാക്കിയതല്ലോ. അതുകൊണ്ട് ഈ ബീഡ്സ് ഞാൻ ഇതിലിട്ടേക്കുന്നത്. ഈ ബീഡ്സ് ഇതിമത്തെ എഴുതിട്ട് ഇത് അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു കുറേ ബീഡ്സ് ആകെ അത് മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ കേട്ടോ. നല്ല രസമുണ്ട്. ഇങ്ങനെ തിരുക്കാൻ പാട് പോയി. പിന്നെ ഇതൊന്നുണ്ട്. പിന്നെ പിന്നെ ഈ ബോളില്ലേ, ഈ ബോളാണ്. ഈ ബോള് ഈ സാറിൻ്റെ ഇത് കറക്കുമ്പോൾ ഇതുപോലെ ഇത് കോയിൻസ്. ഇത് ഇതിപ്പോൾ വെക്കും കേട്ടോ. ഈ ഒരു സാധനമുണ്ട്. ഹലോ ഗൈസ്, ഇന്നലെ അത് പൊട്ടിച്ചത്. പിന്നെ ഒരു കുഞ്ഞു സാധനം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിക്കുമ്പോൾ ഇങ്ങനെ ബോൾ ഇങ്ങനെ വന്ന് വീഴാൻ അതുണ്ട്. നമുക്ക് അസംബിൾ ചെയ്തിട്ട് കാണാം കേട്ടോ. ഈ ബോൾ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അത് വേറെ ഒരാളോട് ചെയ്യും. ഈ ബോളിൻ്റെ ഉള്ളിൽ ഈ ബോൾസ് കാണിച്ചരാം. ഈ ബോൾസ് ഇത് മിസ്സായ നല്ല പണിയാണ്. ഇത് നമുക്ക് കളിക്കാൻ പറ്റും കേട്ടോ. ഈ ബോൾസ് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ സാധനം ഉണ്ടാവും. ഈ സാധനം ഇവിടെ ഇങ്ങനെ ഫിറ്റ് ആയിട്ട് ഞാൻ ഫിറ്റ് ചെയ്തിട്ട് അത് ഞാൻ കാണിച്ചു. എന്നിട്ട് ഇവിടെ ഇതാക്കി ഇങ്ങനെ ഇട്ട് കറക്കും. അപ്പോൾ ഈ ബോൾ ഇങ്ങനെ കറക്കുമ്പോൾ ഈ സാധനത്തിൻ്റെ ഉള്ളിൽ വന്ന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇടുക. അപ്പോൾ ആ ബോൾ എടുത്ത് വെച്ചാൽ ഈ കുഞ്ഞു സാധനം കളഞ്ഞാൽ പിന്നെ പണിയാക്കും. ഇങ്ങനെ എഴുതി വേണ്ടത് കാണിച്ചു കേട്ടോ. ബാക്ക് ക്യാമറ കിട്ടി ഇപ്പത്തൊന്ന് പിടിച്ചാൽ ഇങ്ങനെ ഒരു സാധനം വരുന്നത്. നമ്മൾ ഇങ്ങനെ ഇട്ട് കറക്കുമ്പോൾ ഈ ബോൾ ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ വന്ന് വീഴും. അപ്പോൾ നമ്മൾ ആ ബോൾ എടുത്തിട്ട് ഇപ്പോൾ 15 കിട്ടിയെങ്കിൽ നമ്മൾ ഇവിടെ വെക്കണം. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ആ ബോൾ വെക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു ബോർഡിൽ ആ നമ്പറിൽ ഈ കോയിൻ വെക്കുക. അങ്ങനെയാണ് ഇത് അടുത്ത് നമുക്ക് നോക്കാം. ഇത് നമുക്ക് സൈഡ് വെച്ചിട്ട് ലാസ്റ്റ് എടുത്ത് വെക്കട്ടോ. അല്ലെങ്കിൽ 10 എടുത്ത് വെക്കോ. അപ്പോൾ അത് മറ്റേ കാലത്ത് കൊടുത്ത പാടന്നെ എനിക്ക് അത്ഭുതം കിട്ടും. എൻ്റെ ബർത്ത്ഡേക്ക് വരെ അങ്ങനത്തെ ഒരു സാധനം കിട്ടിയിട്ടില്ല. നമുക്കിത് എടുത്ത് വെച്ചേക്കണം. അടുത്ത നമുക്കുള്ളത് ഇതാണ്. ഒരാളെ മുഖം ഇവിടെ മാറിയിരിക്കുന്നു. സാധനം അയ്യോ സോറി. ഇതിന് അയ്യോ അതാ ഇവിടെ നല്ലൊരു സ്റ്റിക്കി നോട്ടുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ഒരു സ്റ്റിക്കി നോട്ടുണ്ട്. പിന്നെ നമുക്കൊരു സ്കെയിലുണ്ട്. ഇതിൻ്റെ സാധനം സ്കെയിൽ എപ്പോഴും മിസ്സാവും കേട്ടോ. അതുകൊണ്ട് ഒരു സ്കെയിൽ കിട്ടി. പിന്നെ ഫേവറേറ്റ് കളർ തൊട്ടത് ലാവൻഡർ. അല്ലാതെ ലാവൻഡർ അപ്പോൾ ഇത് ലാവൻഡർ നല്ല ക്യൂട്ടായിക്കണേ. ബ്ലാക്ക് കളറാട്ടോ.
Guys, ഇതാണ് സാധനം. പിന്നെ ഇവിടെ ക്ലിയർ കഴിച്ച് നമ്മുടെ മറ്റേ കയ്യുമ്പോൾ പിടിക്കുന്ന സാധനം. ഗൈസ് ഈ ഒരു ഇങ്ങനെ നമ്മൾ പിടിച്ച് തരുന്നില്ല. ഇവിടെ ഒരു റബ്ബറുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ എപ്പോൾ ഷോപ്പിൽ പോകുമ്പോൾ വാങ്ങണം വിചാരിക്കും. പക്ഷെ കൈ യൂസൊന്നുമില്ല. പക്ഷെ വാങ്ങണം വിചാരിക്കും. എന്താണ് കറക്ഷൻ ടൈപ്പ്. ഇതിപ്പോൾ ഞാൻ ഗ്രേഡ് 4-ലായതുകൊണ്ട് ഞാൻ പെൻസിലേറ്റിട്ട് വരുന്നത്. അപ്പോൾ കറക്ഷൻ ടൈപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. കറക്ഷൻ ടൈപ്പ് ഇതൊരു പർപ്പിൾ കളറിലാണ്. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട്. ഇതിപ്പോൾ ഇതിനടുത്തൊരു പേപ്പറും ഇല്ല. എനിക്ക് ഞാൻ ചെയ്ത് കാണിച്ചായിരുന്നു. എല്ലാവർക്കും അറിയണ്ടാവും. പിന്നെ നമുക്കുള്ളൊരു ഡയറി. ഞാനൊരു പുതിയ ഡയറി വാങ്ങണം ആലോചിക്കുന്നത്. അപ്പോഴൊക്കെ ഇതിട്ടത് നല്ല പേജസ് ആണ്. ഇതിന് കുറേ പേജുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. പർപ്പിൾ കളർ കാണാം. പിന്നെ ഈ സൈഡിൽ നോക്കുമ്പോൾ മറ്റേ പറയും CD കാണില്ല, അതുപോലെ ഉണ്ട്. കാണുന്നതെന്ന് അറിയില്ല. പിന്നെ ഇതൊരു ജേർണൽ ബുക്ക് പോലെ ഉണ്ട്. ഇതിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് ASMR കുറേ പേജുണ്ട് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പറഞ്ഞാൽ ഇതിൽ സ്റ്റിക്കറില്ല. പക്ഷേ ഒരു ഐഡിയ ഉണ്ട് ഗൈസ്. ഈ പെട്ടി ഇതൊക്കെ എടുത്തിട്ട് വെട്ടിയിട്ട് സ്റ്റിക്കറാക്കാം. അടുത്ത നമുക്കുള്ളത് ഈ ഇതാണ് ഗൈസ്. പിന്നെ ഈ 2 ഗിഫ്റ്റും എൻ്റെ കസിന് തന്നാണ്. പിന്നെ ഈ ഒരു കാർഡ് എൻ്റെ കസിന് തന്നാണ് കേട്ടോ. ഇവ 2 ലോലിപോപ്സ് ഉണ്ടായിരുന്നു. ലെറ്റർ ഒന്നും വായിക്കട്ടെ വേണം. ലോലിപോപ്പ് ഒക്കെ എഴുതിയിട്ട് എഴുതുന്നുണ്ട്. കാർഡ് ലെറ്റർ ഞാൻ ഓൾറെഡി വായിച്ചിട്ടേ. പക്ഷെ ഒന്നും കൂടി വായിക്കണമെന്നുണ്ട്. പക്ഷെ നമുക്ക് പിന്നെ 1 പ്രാവശ്യം നമുക്കൊന്ന് വായിക്കാം. ഹാപ്പി ബർത്ത്ഡേ. പിന്നെ എൻ്റെ നിക്നെയിം. I have brought many gifts for you. Did you like it? I have something special in one gift. I will give you one gift in this paper. This is a lollipop candy. It is a lollipop candy. I like you because you are grateful and kind. I have a surprise for you. Wait a second. അങ്ങനെ എഴുതിയിട്ട് ലെറ്റർ ഉണ്ട് ഗൈസ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വന്ന ഗിഫ്റ്റാണ്. അത് എൻ്റെ കസിന് വന്ന്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി കവറിലിട്ടിട്ട് സ്കൂളിൽ പോകുന്നതാണ്. ഇത് ഒരു ഗിഫ്റ്റാണ് തോന്നുന്നത്. ഇതൊരു ഗിഫ്റ്റ് ആയി കിട്ടും. നല്ല രസമുണ്ട് ഈ കവർ കാണാൻ. ഉദ്ദേശിച്ചതും കവർ ഗിഫ്റ്റ് ആയി കൂട്ടുകയില്ലെങ്കിലും. പിന്നെ ഫസ്റ്റ് ഇതിൻ്റെ ഡയറി. ഈ ഡയറി കളക്ഷൻസ് ഉള്ളത് നല്ല ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ഗിഫ്റ്റാണത്. അവൾക്കും ഉണ്ട് ഇതുപോലെ തന്നെ വേറൊരു ടൈപ്പ് ഇങ്ങനത്തെ നാട്ടുകൾ തുറക്കണം. ക്യൂട്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഫസ്റ്റ് പേജ് ഒരു ഫ്രീ പേജാണ്. ബാക്കിയുള്ളവർക്ക് ലൈനായിട്ടുള്ള പേജാട്ടോ. ഇതിൻ്റെ ഡിസൈൻ നല്ല ഇഷ്ടപ്പെട്ടോ. നല്ല രസമല്ലേ. അടുത്ത് അതിൻ്റെ ഫ്രണ്ട് വന്ന് ഇതും അവൾ തന്നാണ്. കുറച്ച് സ്റ്റിക്കി നോട്ട്സ് നമ്മൾ യൂസ് ചെയ്യാം. അതിൽ ഇതുപോലത്തെ അല്ല ലൈറ്റ് കളേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് 2 സ്റ്റിക്കി നോട്ട്സ് ഉണ്ട്. ഇത് ക്ലിയർ ആട്ടെ. ഞാൻ ഒട്ടിച്ച് നോക്കിക്കണം. അവൾക്ക് മുന്നേ തന്നിയത്. പിന്നെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടതാണ് തന്നാണ്. പിന്നെ ഇതിട്ടും. പിന്നെ അടുത്ത് ഇതിൻ്റെ കസിന് തന്നാണ് ഈ ഒരു സ്റ്റിക്കർ. അത് സ്കൂളിൽ അവൾക്ക് കിട്ടിയപ്പോൾ അവൾക്ക് തന്നാണ്. ഇത് നമുക്ക് ഉള്ളത്. ഇതിൻ്റെ വേറെ ഫ്രണ്ടാണ് കേട്ടോ. ക്യൂട്ടായിരിക്കും. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെ. ഇത് ചോക്ലേറ്റ്സിൻ്റെ കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഇതുണ്ട്. ഇതുപോലത്തെ 2 ഉണ്ട്. പിന്നെ നമുക്ക് ഇതുപോലത്തെ 2 ഉണ്ട്. ഇതുപോലത്തെ ആകെ ഇത് മാത്രം ഒന്നുള്ളൂ. സീ ബോക്സ് ഇത് കാണാൻ നല്ല രസമുണ്ട്. ഈ പാത്രം ക്യൂട്ടിക്കണം. ഓക്കെ, അടുത്ത
അടുത്ത് നമുക്കുള്ളത് അതർ ബെസ്റ്റ് ഫ്രണ്ട് അത് വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് അല്ല ഒരു ഗിഫ്റ്റാണ്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ സുബയ്യ എന്നൊക്കെ എഴുതിയിട്ട് താങ്ക് യു. ബെസ്റ്റീസ് നിങ്ങൾ രണ്ട് ബെസ്റ്റീസ് കേട്ടോ. അതിലൊരാൾ തന്നത് അവളെ ഫ്രേമിൽ കളർ പിങ്ക് ആവും, ഇന്ത്യ ബ്ലൂ ആട്ടോ. പിന്നെ ഹാപ്പി ബർത്ത്ഡേ സുബയ്യ സുബയ്യയുടെ സ്പെല്ലിംഗ് കുറവാണ്. ഇതാണ് ഗിഫ്റ്റ്. വേറെ ഒന്നുമില്ല. പിന്നെ ഇക്ക് എന്താ പറയാ ലോലിപോപ്പ് ഉണ്ട്. ലോലിപോപ്പ് ഞാൻ കാണിച്ചു തരാം. കൊടുത്തിട്ടാ ഗൈസ് ഈ ഒരു ലോലിപോപ്പാണ് സ്ട്രോബെറി ഫ്ലേവർ. ഗൈസ് ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഗൈസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഇതാണ് ഗൈസ്. നല്ല എല്ലാവർക്കും ഇത് ഇഷ്ടം. ദിസ് സ്കെയിലാണ്. അതാ പറയാം, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാ ഗേൾസിനും ഇത് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടാണ്. നമുക്ക് ഒരു ബാഗ് പോലെ യൂസ് ചെയ്യാം. ഒരു ബാഗിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് റെയിൻബോ ഒക്കെ എഴുതിയിട്ട് മൊയിലി മിൻഷി പറഞ്ഞ സാധനം. ക്യൂട്ടായിരുന്നു ഗൈസ്. ഫസ്റ്റ് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ സെക്കൻഡ് എല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതൊക്കെ ഒരു ടോയാണ്. ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സാറ്റിസ്ഫൈ. ബിഗോൻ്റെ നമ്മൾ പേപ്പറിലല്ല കളിക്കുന്നത്, ബോഡിയിലൊരു തിരിച്ചിട്ടൊക്കെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.